Hi guys, welcome back. Today we reached Malamel Eco Tourism. Department of Tourismത്തിന്റെ അണ്ടറിലാണ് മലമേൽ പാറ സ്ഥിതി ചെയ്യുന്നത്. പാറകൾ കൊണ്ട് വിസ്മയം തീർത്ത സ്ഥലമാണിത്. അങ്ങനെ ഏകദേശം ഒരു 10ഓളം പാറകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കയറി കാണാം. ഒരു ദിവസത്തെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നല്ലൊരു വ്യൂ ആണ്. ഇതിന്റെ മേളിൽ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഫുള്ള് ആ ഒരു കംപ്ലീറ്റ് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊട്ടാരക്കര വരെ ഉള്ള ഏകദേശം ഏരിയകൾ ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നല്ല കാറ്റുണ്ട്, കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു 10ഓളം പാറകളുണ്ട്. ഐരവല്ലിപ്പാറ, കുമ്പൂത്തിപ്പാറ, വിമാതപ്പാറ, നാടുകാണിപ്പാറ, അമ്പലപ്പാറ, കുടപ്പാറ, ശങ്കൂത്തുപാറ, ഗോളാന്തരപ്പാറ, ഗുഹപ്പാറ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ. അപ്പോൾ ഞങ്ങൾ മലമേപ്പാറയുടെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഓപ്പണാണ്. 6 AM to 7 PM ആണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. മലമേപ്പാറയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സൈൻ ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ ആദ്യം കാണുന്നത് നടപ്പാറയാണ്. ഇവിടെ അതിമനോഹരമായ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ബെഞ്ചുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. നല്ല കാറ്റാണ്, വൈബാണ്. അപ്പോൾ സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട് ഒക്കെ ഇവിടെ വെച്ച് ആൾക്കാർ നടത്താറുണ്ട് കേട്ടോ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് മലമേൽപ്പാറ ഏറ്റെടുത്ത് കുറേ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തി വരുന്നത്. ഇനിയും കുറേ വികസന പ്രവർത്തികൾ ഇവിടെ ചെയ്യാൻ ബാക്കിയാണ്. അതുകൂടിയായാൽ ഇവിടം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ക്യാൻറ്റീനിലൊക്കെ കയറി ആമിക്കും ആദിക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി ഇവിടെ ചെറിയ സ്നാക്സ് ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. വില കൂടുതലൊന്നുമില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ പ്രൈസ് തന്നെയാണ് ഇവിടെയും മേടിക്കുന്നത്. നാടുകാണിപ്പാറയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് പോലെയുള്ള പാറകളാണ് അങ്ങേ അറ്റം വരെ, നമ്മൾ എത്തിച്ചേരുന്നിടം വരെ പാറകളേ ഉള്ളൂ. ഭയങ്കര കഷ്ടപ്പെട്ടാണ് പാറയുടെ മുകളിലേക്ക് കയറുന്നത്. ഇത് ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. കൂടുതലും ഈ പറയുന്ന അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെയാണ് ഇവിടെ കൂടുതലും ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഇവിടെ ഒരു 30-ൽ പരം ആൾക്കാർ എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോസ് ആൻഡ് വീഡിയോ സെക്ഷൻ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. മറ്റുള്ളവരെ പ്രൈവസിയിൽ നമുക്ക് കൈയടത്താനുള്ള അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നാടുകാണിപ്പാറയുടെ മുകളിലേക്കാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാടുകാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദത്തിൻ്റെ ഒരു മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നാട് മൊത്തം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള സീനറി എന്ന് പറയുന്നത്. അപ്പോൾ ചടയമംഗലം പാറ, കുടുക്കത്ത് പാറ, ഇതൊക്കെ ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. മെയിനായിട്ട് ഈ സഹ്യപർവ്വതത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഈ സഹ്യപർവ്വതത്തിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്ക് കാണാം. സൺസെറ്റ്, സൺറൈസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ബോട്ടിൽ വെള്ളം, മിനറൽ വാട്ടർ കൈ കരുതുക. കാരണം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു നാടുകാണിപ്പാറയുടെ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തായാലും വെള്ളം കുടിച്ചു പോകും. അത്ര ക്ഷീണമായിരിക്കും, അത്ര ടയർഡായിരിക്കും നമ്മൾ. അപ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം കരുതുക. അത് നിങ്ങൾക്ക് പ്രയോജനമേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ നാടുകാണിപ്പാറയുടെ ഏകദേശം ഒക്കെ ആയി കേട്ടോ. അത് ആ ഒരു ബോർഡ് കണ്ടില്ലേ. ഇനി ആ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇനിയും നമുക്ക് മുകളിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ മുകളിൽ നിന്നും താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ കയറ്റങ്ങളാണ്. അത് വളരെ പ്രയാസപ്പെട്ട് തന്നെ കയറിയേ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നും ഫെൻസസ് ഒന്നും വെച്ചിട്ടില്ല. മീൻസ് സേഫ്റ്റി ഗ്രിൽസ്, അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും കൂടെ വെച്ചിട്ടില്ല. നമ്മുടെ റിസ്കിൽ തന്നെയാണ് കേട്ടോ ഈ പാറയുടേക്ക് മുകളിലേക്ക് കയറി പോകുന്നത്. സോ ബി സേഫ്. നല്ല രീതിയിൽ സൂക്ഷിച്ചൊക്കെ കയറുക, സൂക്ഷിച്ച് തന്നെ ഇറങ്ങി വരിക. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് സാധിക്കും വളരെ നാരോ ആയിട്ടുള്ള ഒരു ഇടുക്ക് വഴി കൂടെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ പാറയുടെയൊക്കെ മുകളിലോട്ടൊക്കെ ചാടി കയറി ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഇവിടെ ലേഡീസ് കയറത്തില്ല. ലേഡീസ്, പ്രായമായ ആൾക്കാർ വരെ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവർക്ക് പോലും കുഴപ്പമില്ല നടന്ന് കയറി വരുന്നതിന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. പിന്നെ ആമിയും ആദിയും ഒന്നും അവരാരും ഒന്നും മുകളിലോട്ട് കയറിയത് പോലുമില്ല. കാരണം അവർക്ക് പേടിയായതുകൊണ്ട് അവരൊക്കെ താഴെ തന്നെ നിന്നേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് മുകളിൽ പോയി ആ ഒരു സീനറിയെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയത്. എന്തായാലും കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു ടോപ്പിൽ കയറിയപ്പോൾ നിരാശയൊന്നും സംഭവിച്ചിട്ടില്ല. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ആ ഒരു ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചടയമംഗലം പാറ വരെ കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം ഉയരത്തിലാണ് ഞങ്ങളവിടെ നിൽക്കുന്നതെന്ന്. ടുഡേ വി സ്റ്റോപ്ഡ് ബിക്കോസ് ഓഫ് ട്രാവൽ ടൈം. ദെയർ ആർ സ്റ്റിൽ എ ലോട്ട് ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു സീ ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. സീ യു, ബൈ.